മമ്മി മിണ്ടരുത്. നല്ല കമ്മല് കാണിക്കാൻ വന്നാന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ഈ കമ്മല് ഈ വളയൊക്കെ ഇതിന് മാച്ചാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇടുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? മാച്ചെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടമാണ്. ഇതിനത് മാച്ച് ചെയ്യുന്നില്ല, അല്ല ഇതിനത് യോജിക്കുന്നില്ല, അതൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായമല്ലേ. ശരിക്കും നമുക്കത് ഇഷ്ടപ്പെടാൻ നമ്മളങ്ങ് ഇടുക. അപ്പൊ ഇന്ന് പറയാൻ വന്നത് അതൊന്നും അല്ല കേട്ടോ. പറയാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. അതായത് തെറ്റ് പറ്റാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം എന്നൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലേ? അങ്ങനൊന്നുമല്ല, മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബിസിനസ്സിൽ ഒരു തെറ്റ് വന്നു, അപ്പോൾ അയാൾക്കൊരു വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ മറ്റൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അതിനെ നോക്കി അതിനെ മനസ്സിലാക്കി പഠിക്കും അല്ലേ? അപ്പോൾ ബിസിനസ് മാത്രമാണോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നാലും നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യും ആളുകൾ? ട്രോൾ ഉണ്ടാവും. ഈ ട്രോളിന് മാത്രം അല്ലാതെ ആ തെറ്റിൽ നിന്നും കൂടെ നമ്മൾ പഠിക്കണം. ഞാനും അത് ചെയ്യാൻ പാടില്ല, എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാൻ പാടില്ല. തെറ്റാണ്, മനുഷ്യനാണ്, ദുഃഖം സംഭവിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ആവർത്തിക്കരുത്. പക്ഷെ ഒരു തെറ്റ് സംഭവിച്ചു, വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് അല്ലേ? വീണ്ടും അത് ചെയ്യും, വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരു തവണ തെറ്റ് സംഭവിച്ചതിന് ശേഷം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പഠിച്ചിട്ട് വീണ്ടും അത് ചെയ്യാതിരിക്കണ്ടേ? എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും പൊക്കത്തിൽ നിന്ന് പൊട്ടി വീണമെന്നൊന്നും അല്ല. അവിടെ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കും. ആ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പഠിച്ച് ഉൾക്കൊണ്ട് നമ്മൾ പോകണം, മുമ്പോട്ട് പോകണം. നമുക്കിതാ ഇപ്പൊ എൻ്റെ കയ്യിൽ കുറച്ച് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെയിൽ പോളിഷ് നല്ലതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അടന്നു പോയി കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ നെയിൽ പോളിഷിനെ ഒന്ന് വൃത്തിയാക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താൽ മതി അല്ലേ? ഈ ടിഷ്യൂ പേപ്പർ എടുക്കുക, നമ്മുടെ നെയിൽ പോളിഷിലേക്ക് ഇതാ ഇങ്ങനെ വെച്ച് അമർത്തി കുറച്ച് കഴിയുമ്പോൾ ആ നെയിൽ പോളിഷ് ഒക്കെ ഇളകി വരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ വിചാരിക്കും ഇപ്പൊ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ വന്ന് നിൽക്കുന്നതാണോ എന്നൊരു ഡൗട്ട് തോന്നും അല്ലേ? ഈ നെയിൽ പോളിഷ് കൂടെ അതിൻ്റെ കൂടെ റിമൂവ് ചെയ്ത് പുതിയത് ഇടണം എന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അത് പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതിൻ്റെ കൂടെ അതും കൂടെ അത് നടക്കുമല്ലോ എന്നോർത്ത് നെക്സ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു നെയിൽ പോളിഷ് ഇടാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു ഇത് അതിൻ്റെ കൂടെ ഒക്കെ നടക്കട്ടെ. ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്നാന്നറിയോ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെന്നേ. ഈ പണ്ടൊക്കെ നെയിൽ പോളിഷ് ഇളകിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലേഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചിരണ്ടിയിട്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ കൈ മുറിയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് കാര്യങ്ങൾ. കാരണം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഈ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ഇതാ പറഞ്ഞു വരുന്നത്, ഇന്ന് സമൂഹത്തിൽ ഈ തെറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ മനുഷ്യനും മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ
ഓരോരുത്തരും ചെയ്യുന്നത് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്കറിയാൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പുറത്തു വരുന്നുണ്ട്. പണ്ടത്തേക്കാൾ കുറച്ചുകൂടെ അതിനെ വിശകലനം ചെയ്ത് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. നമുക്കത് കുറച്ചുകൂടി മനസ്സിലാക്കാനും എളുപ്പമാണ്. എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാചകങ്ങൾ പോലും തെറ്റായിരിക്കും, പലരെ ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ തമാശ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അതൊരു തമാശയല്ല എന്ന് മറ്റുള്ളവർക്ക് അത് വേദനപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് സോറി പറഞ്ഞ് ഇനി അത് വരാതിരിക്കാനുള്ള എൻ്റെ വായിൽ നിന്ന് വരില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേരുടെ ഇത് പറഞ്ഞു തരുന്ന, മനസ്സിലാക്കി തരുന്ന വീഡിയോസ് വരാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ജഡ്ജ് ചെയ്തുകൊണ്ട് വായിക്കുന്നത്. നമ്മളൊരു ജഡ്ജിയുടെ കോട്ടൊക്കെ ഇട്ട് അവിടെ പോയി നിന്നാണ് വായിക്കുന്നത്. അവൾ പറയുന്നത് അത്ര ശരിയൊന്നും അല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും എന്നൊക്കെ ഒരു ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളും വളരണം. പണ്ട് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് അത് ആപ്റ്റല്ല, ഇന്നത്തെ കാലത്ത് അത് ശരിയല്ല. അപ്പം ആ ശരികൾ, ഇന്നത്തെ കാലത്തിൻ്റെ ശരികളിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത് പോലെ തന്നെ നല്ല സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്ത്, ആളുകളെ ഫോളോ ചെയ്ത് അതിൽ നിന്ന് ഉൾക്കൊണ്ട് നമ്മൾ ക്ലിയർ ആക്കി പോകണം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? അത്രയൊക്കെ തന്നെ. അപ്പം മനസ്സിലാക്കി ബേബി. ഇതിപ്പാരും ഒന്ന് ഓഫ് ചെയ്യും, ഞാൻ തന്നെ വരണ്ടേ? എൻ്റെ ചായ ഗ്ലാസ് എടുക്കാൻ ഞാൻ തന്നെ വരും എന്ന് പറഞ്ഞ പോലെ.